എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിശാഖപട്ടണത്തെ ACA-VDCA ക്രിക്കറ്റ് സ്റ്റേഡിയം 4ാം T20യിൽ അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതമായി മാറുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. ഗാലറിയിൽ ഇരമ്പിയാർത്ത ഇന്ത്യൻ ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ ടോസ് നേടിയ നായകൻ സൂര്യകുമാർ യാദവ് ബൌളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുകയെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. ന്യൂസിലൻഡ് ഉയർത്തിയ 215 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ശിവം ദൂബെയുടെ അത്ഭുതകരമായ വെടിക്കെട്ട് പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചെങ്കിലും ഒടുവിൽ വിധി വില്ലനായപ്പോൾ ടാർഗറ്റ് തികയ്ക്കാനാവാതെ തകർന്നടിഞ്ഞ് ദാരുണമായ തോൽവി ഏറ്റുവാങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ന്യൂസിലൻഡ് ഓപ്പണർമാരായ ടിം സീഫേർട്ടും ഡെവോൺ കോൺവേയും ക്രീസിലിറങ്ങിയത് വെറുതെ കളിക്കാനായിരുന്നില്ല, മറിച്ച് വിശാഖപട്ടണത്ത് റൺ മഴയുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കാനായിരുന്നു. മത്സരത്തിന്റെ തുടക്കം തന്നെ ഒരു വെടിക്കെട്ടോടെയായിരുന്നു. അർഷ്ദീപ് സിംഗ് എറിഞ്ഞ ആദ്യ ഓവറിലെ 3ാം പന്തിൽ ഒരു ടോപ്പ് എഡ്ജിലൂടെ ബൗണ്ടറി കണ്ടെത്തി അക്കൗണ്ട് തുറന്ന സീഫേർട്ട് അടുത്ത 2 പന്തുകളും അതിർത്തി കടത്തിക്കൊണ്ട് ഇന്ത്യയ്ക്ക് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചന നൽകി. ആദ്യ ഓവറിൽ തന്നെ 13 റൺസ്. പിച്ച് ബാറ്റ്സ്മാൻമാരുടെ സ്വർഗമായി മാറിയപ്പോൾ 2ാം ഓവറിൽ പന്തെറിയാനെത്തിയ യുവതാരം ഹർഷിത് റാണയെ 89 മീറ്റർ ദൂരേക്ക് സിക്സർ പറത്തി സീഫേർട്ട് തന്റെ നയം വ്യക്തമാക്കി. റാണ തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ഓവറിലെ അവസാന പന്തും ബൗണ്ടറി കടന്നു. 4ാം ഓവറിൽ റാണ വീണ്ടും എത്തിയപ്പോൾ കിവീസ് ബാറ്റ്സ്മാൻമാർ ദയവില്ലാതെ പ്രഹരിച്ചു. ആദ്യ 2 പന്തുകൾ ബൗണ്ടറി കടത്തി വെറും 4 ഓവറിൽ ന്യൂസിലൻഡ് 50 എന്ന മാന്ത്രിക സംഖ്യ തൊട്ടു. കോൺവേയും മോശമാക്കിയില്ല. കവർ ഡ്രൈവിലൂടെ മനോഹരമായ 4 നേടി ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക പുണർത്തി. റണ്ണൊഴുക്ക് തടയാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ തന്റെ വജ്രായുധമായ ജസ്പ്രീത് ബുംറയെ 5ാം ഓവറിൽ കൊണ്ടുവന്നു. എന്നാൽ ഇന്ന് സീഫേർട്ടിനെ തടയാൻ ആർക്കും സാധിക്കില്ലെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു അത്. ബുംറയുടെ 3ാം പന്ത് സ്ട്രെയിറ്റിലൂടെ ഗാലറിയിലേക്ക് പറന്നപ്പോൾ സ്റ്റേഡിയം നിശബ്ദമായി. പവർ പ്ലേയുടെ അവസാന ഓവറിൽ രവി ബിഷ്ണോയെ കോൺവേ തച്ചു തകർത്തു. 2 ഫോറും ഒരു കൂറ്റൻ സിക്സറും അടക്കം പറത്തി പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 71 എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് കിവീസ് കുതിച്ചു. വെറും 25 പന്തിൽ സീഫേർട്ട് തന്റെ അർദ്ധശതകം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യൻ ബൌളർമാർ നിസ്സഹായരായി. ഒടുവിൽ 9ാം ഓവറിൽ കുൽദീപ് യാദവ് ഇന്ത്യയ്ക്ക് ജീവൻ നൽകി. 100 റൺസിന്റെ കൂട്ടുകെട്ട് പൊളിച്ച് 23 പന്തിൽ 44 റൺസെടുത്ത കോൺവേയെ കുൽദീപ് മടക്കി. പിന്നാലെ 10ാം ഓവറിൽ ബുംറയുടെ സ്ലോവർ ബോളിൽ രച്ചിൻ രവീന്ദ്ര സ്വന്തം ബൌളിംഗിൽ ക്യാച്ച് നൽകി മടങ്ങി. 10 ഓവറിൽ 2-ന് 108 എന്ന നിലയിൽ നിൽക്കെ കിവീസ് 200 കടക്കുമെന്ന് ഉറപ്പായിരുന്നു. ഗ്ലെൻ ഫിലിപ്സും വെടിക്കെട്ട് തുടങ്ങിയെങ്കിലും 12ാം ഓവറിൽ അർഷ്ദീപ് സിംഗ് കളിയിലെ നിർണായക നീക്കം നടത്തി. 36 പന്തിൽ 7 ഫോറും 3 സിക്സറും അടക്കം 62 റൺസ് വാരിക്കൂട്ടിയ സീഫേർട്ടിനെ ഒരു സ്ലോവർ ബോളിൽ കുടുക്കി റിങ്കു സിംഗിന്റെ കൈകളിൽ എത്തിച്ചു. എങ്കിലും കിവീസ് തളർന്നില്ല. 14ാം ഓവറിൽ കുൽദീപിനെ സിക്സർ പറത്തിയ ഗ്ലെൻ ഫിലിപ്സിനെ 24-ന് തൊട്ടടുത്ത പന്തിൽ ഗൂഗ്ലിയിലൂടെ കുൽദീപ് തന്നെ വീഴ്ത്തി. 15ാം ഓവറിൽ ഹർഷിത് റാണയുടെ ബൗൺസറിൽ മാർക്ക് ചാപ്മാനെ പിഴച്ചു. അധികം വൈകാതെ 16ാം ഓവറിൽ ബിഷ്ണോയ് ചാപ്മാനെ 9-ന് മടക്കി. 17ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു റോക്കറ്റ് ത്രോയിൽ മിച്ചൽ സാന്റ്നറെ 11-ന് റണ്ണൌട്ടായതോടെ ന്യൂസിലൻഡ് 6-ന് 168 എന്ന നിലയിലേക്ക് ഒതുങ്ങി. കളി ഇന്ത്യയുടെ കൈപ്പിടിയിലായെന്ന് തോന്നിച്ച നിമിഷം. പക്ഷേ ക്ലൈമാക്സ് ബാക്കിയുണ്ടായിരുന്നു. 18ാം ഓവറിൽ സാക്രി ഫോക്സ് അർഷ്ദീപിനെതിരെ 6ഉം 4ഉം നേടി വിരട്ടി. ഒടുവിൽ ഫോക്സിനെ 13-ന് പുറത്തായെങ്കിലും 19ാം ഓവറിൽ ഡാരിൽ മിച്ചൽ ബുംറയെ പോലും വെറുതെ വിട്ടില്ല. മിഡ് വിക്കറ്റിലൂടെ ഒരു കൂറ്റൻ സിക്സർ. 20ാം ഓവറിൽ ഹർഷിത് റാണയ്ക്കെതിരെ മിച്ചൽ അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു. സ്ട്രെയിറ്റ് സിക്സറും അവസാന പന്തിലെ 4ഉം ഉൾപ്പെടെ 18 പന്തിൽ 39 റൺസുമായി മിച്ചൽ കളം നിറഞ്ഞാടി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 215 എന്ന ഹിമാലയൻ സ്കോർ പടുത്തുയർത്തി ന്യൂസിലൻഡ് ഇന്ത്യൻ ബൌളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തി. എന്നാൽ ന്യൂസിലൻഡ് ഉയർത്തിയ 215 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ശിവം ദൂബെയുടെ അത്ഭുതകരമായ വെടിക്കെട്ട് പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചെങ്കിലും ഒടുവിൽ വിധി വില്ലനായപ്പോൾ 165 റൺസിന് തകർന്നടിഞ്ഞ് ദാരുണമായ തോൽവി ഏറ്റുവാങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കിവീസ് ബാറ്റ്സ്മാൻമാർ തീർത്ത റൺമല കയറാനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തന്നെ വൻ ദുരന്തത്തിലായിരുന്നു. ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ അഭിഷേക് ശർമ്മയെ ഗോൾഡൻ ഡക്കായി മടക്കി മാറ്റ് ഹെൻറി ഇന്ത്യയ്ക്ക് കനത്ത ആഘാതം നൽകി. ഡെവോൺ കോൺവേയുടെ പറക്കും ക്യാച്ചിൽ അഭിഷേക് പുറത്തായപ്പോൾ ഗാലറി നിശബ്ദമായി. പിന്നാലെ എത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 8-ന് ജേക്കബ് ഡഫിക്ക് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങിയതോടെ ഇന്ത്യയുടെ നില പരുങ്ങലിലായി. സഞ്ജു സാംസൺ 24-ന് 3 ബൗണ്ടറികളുമായി പ്രതീക്ഷ നൽകിയെങ്കിലും സാന്റ്നറുടെ വണ്ടിൽ ക്ലീൻ ബോൾഡായി കൂടാരം കയറി. എന്നാൽ പിന്നീട് വിശാഖപട്ടണം കണ്ടത് ശിവം ദൂബെ എന്ന അവതാരത്തിന്റെ രുദ്രതാണ്ഡവമായിരുന്നു. ക്രീസിലെത്തിയ നിമിഷം മുതൽ കിവീസ് ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ദൂബെ ഇഷ് സോധി എറിഞ്ഞ 12ാം ഓവറിൽ അക്ഷരാർത്ഥത്തിൽ അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ചു. ആ ഓവറിൽ 4 സിക്സറുകളും ഒരു ഫോറും അടക്കം 29 റൺസാണ് ദൂബെ അടിച്ചുകൂട്ടിയത്. വെറും 15 പന്തിൽ അർദ്ധശതകം പൂർത്തിയാക്കിയ ദൂബെ 23 പന്തിൽ 7 കൂറ്റൻ സിക്സറുകളടക്കം 65 റൺസ് വാരിക്കൂട്ടി ഇന്ത്യയെ വിജയപ്രതീക്ഷയിലേക്ക് കൈപ്പിടിയുയർത്തി. സോധിയെ 94 മീറ്റർ ദൂരേക്ക് പറത്തിയ സിക്സർ കണ്ട് സ്റ്റേഡിയം അമ്പരന്നു. റിങ്കു സിംഗും മറുവശത്ത് മികച്ച പിന്തുണ നൽകി. എന്നാൽ മത്സരത്തിന്റെ ഗതി മാറ്റിയ നിമിഷം 15ാം ഓവറിലായിരുന്നു. നിർഭാഗ്യം വില്ലനായപ്പോൾ ഹർഷിത് റാണയുടെ സ്ട്രെയിറ്റ് ഡ്രൈവ് ബൌളർ മാറ്റ് ഹെൻറിയുടെ വിരലിൽ കത്തി നോൺ സ്ട്രൈക്കർ എൻഡിലെ സ്റ്റംപിൽ കൊള്ളുമ്പോൾ ക്രീസിന് പുറത്തായിരുന്ന ശിവം ദൂബെ റണ്ണൌട്ടായി. അതോടെ ഇന്ത്യയുടെ നട്ടെല്ലൊടിഞ്ഞു. തുടർന്നു വന്ന ഹാർദിക് പാണ്ഡ്യ നിരാശപ്പെട്ടപ്പോൾ ബാലറ്റവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ഹർഷിത് റാണയും റണ്ണൌട്ടിൽ കുടുങ്ങിയതും അർഷ്ദീപ് സിംഗിനെ സാന്റ്നർ പറന്നുപിടിച്ചതും ഇന്ത്യയുടെ പതനം പൂർത്തിയാക്കി. ഒടുവിൽ ഇന്ത്യൻ ബാറ്റിംഗ് തീരുമ്പോൾ 18.4 ഓവറിൽ 165 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായതോടെ
റൺസിലൂടെ ന്യൂസിലൻഡ് ആവേശകരമായ വിജയം സ്വന്തമാക്കി. ദൂബെയുടെ വീരോചിത പോരാട്ടം വിഫലമായതിന് നൊമ്പരം ബാക്കിയാക്കിയാണ് വിശാഖപട്ടണത്ത് കളി അവസാനിച്ചത്. അങ്ങനെ വിശാഖപട്ടണത്തെ ആവേശ പോരാട്ടത്തിന് തിരശീല വീഴുമ്പോൾ ക്രിക്കറ്റ് ദൈവങ്ങൾ പോലും കിവീസിനൊപ്പമായിരുന്നു എന്ന് പറയേണ്ടിവരും. ശിവം ദൂബെ എന്ന ഒറ്റയാൾ പോരാളി കൊളുത്തിയ വിജയപ്രതീക്ഷയുടെ നാളം നിർഭാഗ്യത്തിന്റെ ഒരു നിമിഷത്തിൽ കെട്ടടങ്ങിയപ്പോൾ തകർന്നത് കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ ഹൃദയങ്ങളാണ്. 50 റൺസിന്റെ ഈ തോൽവി ഇന്ത്യയ്ക്കൊരു കനത്ത പ്രഹരമാണെങ്കിലും ദൂബെയുടെ ആ രുദ്രതാണ്ഡവം ആരാധകർക്ക് ആശ്വാസമായി മാറുന്നു. തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരിച്ചുവരവുകൾക്ക് പേരുകേട്ട സൂര്യകുമാരന്റെ പട അടുത്ത മത്സരത്തിൽ ഇതിന് തണക്ക് തീർക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ തോൽവിയിലും ഇന്ത്യക്ക് ആശ്വാസമുണ്ട്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 3-1 എന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും ശക്തമായ മുൻതൂക്കം നിലനിർത്തുന്നുണ്ട്. പരമ്പര കൈവിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അടുത്ത മത്സരത്തിൽ കപ്പടിക്കാനുള്ള അവസരം ഇന്ത്യക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വലിയ തോൽവിക്ക് യഥാർത്ഥ കാരണം എന്താകും? 215 റൺസ് വിട്ടുകൊടുത്ത ബൌളിംഗ് പിഴവാണോ? അതോ അഭിഷേകും സൂര്യയും സഞ്ജുവും അടങ്ങുടങ്ങുന്ന നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നതാണോ? അതോ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റുമായിരുന്ന ശിവം ദൂബെയുടെ ആ നിർഭാഗ്യകരമായ റണ്ണൌട്ടാണോ വില്ലനായത്? ദൂബെ ആ സമയം പുറത്തായിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഈ മത്സരം ജയിക്കുമായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചത്? ഈ മത്സരം ജയിക്കാൻ ഇന്ത്യ എന്ത് തന്ത്രമായിരുന്നു പയറ്റേണ്ടിയിരുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.